ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് അജുവിന്റെയാണ്. അപ്പൊ വേഷത്തിനെ കുറിച്ച് കൂടി ഒരു ചെറിയ ബ്രീഫ് നമുക്ക് കേൾക്കാനുണ്ട്. വേഷം പതിവ് കോമഡിയൊക്കെ തന്നെ. പക്ഷെ ഈ പ്രാവശ്യം ഒരു ക്യാരക്ടറിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. ഇപ്പൊ എന്താണ് ഇത്രയും വെട്ടം ഈ ലൈറ്റിനെന്ന് ചോദിച്ചാൽ അതപ്പോൾ ഉടനെ ഓഫായി പോകും. ജീവിതത്തിൽ ഈ അടുത്ത് സംഭവിച്ചത് തുടങ്ങിയിട്ടുണ്ട് രാജേട്ടായി. പേര് വീണാ ഞാൻ ചത്തു, ഞാൻ ഈ പണി വിട്ടുപോടാ നല്ലത്. ഫിറോസിനെ കാണാൻ എന്തു സുന്ദരനാണ്. അങ്ങനെ പറയാൻ പാടില്ല. എന്നെ കാണാൻ തീരെ കൊള്ളത്തില്ല. വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഉമ്മ മുതൽ ഇങ്ങോട്ട് പറയുക കേട്ടോ, എന്നെ തീരെ കാണാൻ കൊള്ളത്തില്ല, നീ ഇന്ന് ഫംഗ്ഷൻ പോകണം. നാളെ എന്തെങ്കിലും പറ്റിയ എന്നോടൊന്നും പറഞ്ഞു. ഫിറോസിനെ ഞാൻ ഇപ്പൊ പരിചയപ്പെട്ട ആളല്ല, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും. അപ്പം ഇവരോടൊപ്പം ഒരുപാട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഇത്രയും സംസാരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ വരാനുള്ള ഒരു കാരണം ഈ പറഞ്ഞ പോലെ അജുവിന്റെ ഒരു സിനിമ എന്നൊക്കെയല്ലാണ്. സൗഹൃദം അങ്ങനെ തന്നെ പോട്ടെ. ഞാൻ പുറത്തുനിന്ന് ചോദിച്ചു കിടിലം ഉണ്ടോ അവിടെ ചോദിച്ചു. അദ്ദേഹത്തെ തിരുവനന്തപുരം ഏരിയയിൽ അറിയപ്പെടുന്ന കിടിലം ഫിറോസ് എന്നാണ്. ഒരു കാര്യമില്ലാത്ത പേരായിപ്പോയി. ശരി, നമുക്ക് ഇനിയിപ്പോ ആശംസകൾ അർപ്പിക്കാൻ ഓരോരുത്തരുണ്ട്. അജു, ഒരുപാട് സന്തോഷം വന്നതിൽ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. രസകരമായ ഒരു സിനിമയായി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇത് നിങ്ങൾക്കും നമ്മൾ ഉദ്ദേശിച്ച അതേ ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് കിട്ടട്ടെ. ബാക്കിയൊക്കെ ഈശ്വരന്റെ കയ്യിലാണ്. റിലീസും ഡേറ്റും ഒക്കെ നമ്മൾ ഫിക്സ് ആക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു സംരംഭത്തിന് കൂടെ നിന്ന് ഇതിന്റെ പ്രൊഡ്യൂസറായ റജിയേട്ടനെയും അദ്ദേഹത്തിന്റെ ഫാമിലിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫുൾ ടീമിനെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ബിക്കോസ് മലയാള സിനിമ ഇൻഡസ്ട്രി വളരുകയാണ്. ഞാൻ മലർവാടി കഴിഞ്ഞിട്ട് ആകെ കുറച്ച് വർഷമായുള്ളൂ, 7 വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ 7 വർഷത്തിൽ ഞാൻ തന്നെ പല ടൈപ്പ് സിനിമകളിലും ഭാഗമായിട്ടുണ്ട്. വലിയ സിനിമകളുണ്ട്, ചെറിയ സിനിമകളുണ്ട്. പക്ഷെ ഇതൊക്കെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ മാറാനൊരു വെള്ളിയാഴ്ച മതി എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച ഈ ഒരു ചെറിയ സിനിമയെ ഒരു വലിയ സിനിമയാക്കി മാറ്റാൻ ഈശ്വരൻ എല്ലാവിധ സപ്പോർട്ടും തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രാജേട്ടൻ്റെ രണ്ടാമത്തെ സിനിമ വിശ്വവിഖ്യാതരായ പയ്യന്മാർ. ഈ സിനിമ അദ്ദേഹം പ്ലാൻ ചെയ്ത സമയത്തോട്ട് അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പിന്നെ എന്തോ ഒരു ഭാഗ്യമാണ്, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, മലർവാടി കഴിഞ്ഞിട്ട് ഞാൻ രാജേട്ടൻ്റെ അടുത്ത് ചാൻസ് വയ്ക്കാൻ പോയിട്ടുണ്ട് ഇത് നമ്മുടെ കഥയ്ക്ക്. പക്ഷെ അന്ന് എനിക്ക് പറ്റിയൊരു കഥാപാത്രം ആ സിനിമയ്ക്കില്ലായിരുന്നു. പക്ഷെ ഒരു ഭാഗ്യം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റുക. പിന്നെ ദീപക് മലർവാടി തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഓഡീഷൻസും ഇപ്പോൾ അവസാനം അഭിനയിച്ച രക്ഷാധികാരി ബൈജുവട്ട് വരെ. അപ്പം അവൻ്റെ ഒരു സിനിമയിൽ നമ്മൾ ഭാഗമാകുക എന്നുള്ളത് അവനേക്കാളും കൂടുതൽ നമ്മുടെ നിർബന്ധമായിരുന്നു. കാര്യം തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഭാവിയിലൊരു നായകനാവാനുള്ള നല്ല ലുക്കും നല്ല സൗണ്ടും അത്യാവശ്യം നമുക്കറിയാം. അവൻ ചെയ്ത സിനിമകൾ തട്ടത്തിൻ മറയത്താണെങ്കിലും രക്ഷാധികാരാണെങ്കിലും ഗ്രേറ്റ് ഫാദർ ആണെങ്കിലും എല്ലാം ഓടുന്ന സിനിമകളും ബ്ലോക്ക് ബസ്റ്റേഴ്സും. അപ്പം അങ്ങനെയുള്ള ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇനി അങ്ങനെ നിന്ന് പോകരുത്. അപ്പം ഈ സിനിമയോടെ തീർച്ചയായിട്ടും ദീപകിൻ്റെ ഒരു വൺ എന്താ പറയുക ഇൻഡിവിജ്വൽ ഒരു മൈൽ സ്റ്റോണായി മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭഗത്തുണ്ട്, ഭഗത്തും മലർവാടിയോട്ടുള്ള നമ്മുടെ സുഹൃത്താണ്. സുധിയുണ്ട്, ഹരീഷേട്ടനുണ്ട്. ഇപ്പോൾ രാജേട്ടൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം രസകരമാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസും എഴുതി ചേർത്തിട്ട് ഒരു എൻ്റർടൈനർ മൂഡ് തന്നെയാണ് ത്രൂ ഔട്ട് സിനിമയിലുള്ളത്. അദ്ദേഹം കൂടുതൽ എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും തന്നില്ലെങ്കിലും ചിരിക്കാനുള്ള വക 100% ഈ സിനിമയ്ക്കുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞ ആ തോട്ട് തന്നെയാണ് ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇത് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ആയിരിക്കും. അത് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകാരം നമ്മൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആരൊക്കെ നമുക്ക് എന്തൊക്കെ ഉപകാരം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാനകി. എൻ്റെ ലാസ്റ്റ് ഫിലിം മാൽഗുഡി ഡേയ്സ് ആയിരുന്നു. അതിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് രാജേഷങ്ങളുടെ ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലൊരു കുഞ്ഞു റോളായിരുന്നു, പക്ഷെ അത് അജുവങ്ങളുടെ ഒപ്പമായിരുന്നു. അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അജുവങ്ങൾ എന്തൊക്കെ പറഞ്ഞു തന്നു? അത് കളിയാക്കിയോ? എന്തൊക്കെയാ പറഞ്ഞത്? അജുവങ്ങളോടൊപ്പം അഭിനയിച്ചപ്പോഴേ കൂടുതൽ അഭിനയിച്ച് അജുവങ്ങളോടൊന്നല്ലേ പറഞ്ഞേ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു തന്നു? കളിയാർക്കാരൊക്കെ ഉണ്ടായിരുന്നോ? കളിയാക്കൊന്നുമില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞു തന്നു? എന്തെങ്കിലും ലെസൺ പറഞ്ഞു തന്നോ? പേരെന്താന്ന് ചോദിച്ചു. ഇതാണോ ഒരു സിനിമ മുഴുവൻ അഭിനയിച്ചിട്ട് ആ കുട്ടിയോട് ചോദിച്ചത്? ഒരു സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. അത്
അതാണ് കേട്ടോ. കുഴപ്പമില്ല. ഇനി അടുത്ത പ്രാവശ്യവും അജുവങ്ങളോടൊപ്പവും വേറെ എല്ലാ ഫേമസ് ആർട്ടിസ്റ്റുകളോടൊപ്പവും അഭിനയിക്കാൻ അവസരം കിട്ടട്ടെ. വേറെന്താ പറയാനുള്ളത്? ആർക്കൊക്കെ താങ്ക്സ് പറയണം? അജു ചേട്ടൻ. ചേട്ടൻ മതിയോ അതോ അജു എന്ന് വിളിക്കണോ? അജു, യെസ് അജു. ഓക്കെ, അപ്പൊ താങ്ക്സ് പറഞ്ഞു. ആർക്കൊക്കെ താങ്ക്സ് പറയണം? അജു, അജുവങ്ങളോടും പിന്നെ രാജേഷ് അങ്കിളിനോടും ഇങ്ങനെ അവസരം തന്നെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ബാബേ, താങ്ക് യു. ഇത്രയും നേരം ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. വിശ്വവിഖ്യാതരായ പയ്യന്മാരെന്ന് പറയുമ്പോൾ ഇതിനകത്ത് അഭിനയിച്ച ഞങ്ങൾ മാത്രമല്ല പയ്യന്മാർ, അതിൻ്റെ ടെക്നിക്കൽ സൈഡിലുണ്ടെന്ന രാജേഷ് ചേട്ടനടക്കം ഒരു പറ്റം പയ്യന്മാരുണ്ടായിരുന്നു. അല്ല, പക്ഷെ ആ ലൊക്കേഷനിൽ ആ സെറ്റിൽ എല്ലാവരും പയ്യന്മാരായിരുന്നു. അപ്പോൾ ഇതിൽ പങ്കുചെയ്യാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. റേയ് ചേട്ടനോട് നന്ദിയുണ്ട്, രാജേഷ് ചേട്ടനോട് നന്ദിയുണ്ട്. പിന്നെ എല്ലാം പറഞ്ഞല്ലോ, അജു പറഞ്ഞു. ഇല്ല, അജു എന്നെ കുറിച്ച് മാത്രം എന്റെ ഭാഗ്യത്തിനൊന്നും പറഞ്ഞില്ല. അല്ലല്ല, അത് സിനിമ കാണുമ്പോൾ അറിയാം എന്റെ വേഷത്തിന്റെ പ്രാധാന്യം. ഞാനിപ്പോ അത് പുറത്താക്കുന്നില്ല. ഓക്കെ, സസ്പെൻസ് ആയതുകൊണ്ട് റിവീൽ ചെയ്യണ്ട. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു കൈയടി. ഈ സിനിമ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് നമ്മൾ നൽകിയ അല്ലെങ്കിൽ അത് സ്വീകരിച്ച ആളിൽ നിന്നല്ലാതെ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നും തിരിച്ചു കിട്ടുമെന്ന പ്രപഞ്ച സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വളരെ ചെറിയ കാര്യത്തിൽ വളരെ കുസൃതിയോടെ ഹാസ്യാത്മകമായി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഈ സിനിമയിലൂടെ. അത് നിങ്ങൾ ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എവിടെയെങ്കിലും അനുഭവിച്ചിട്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതേ തലത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ മറുതലവുമുണ്ട്. നമ്മൾ ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്താൽ അത് മറ്റെവിടുന്നെങ്കിലും കിട്ടും എന്നുള്ളതും ഒരു സത്യമാണ്. ഇത് നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. അത് വളരെ നല്ല തന്മയത്വത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ ശ്രമിക്കുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ട് സ്നേഹവും എന്നും കൂടെ ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിലെ ഓരോ വ്യക്തികളെയും പേരെടുത്ത് ഞാൻ നന്ദി പറയുന്നില്ല. അത് ഒരു ഔപചാരികതയാവും. അത് ആവശ്യത്തിനധികം നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫിറോസ്. എനിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞു കേട്ടോ. ഫിറോസ് സുമിയും കൂടെ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഞാൻ പറയണ്ടെന്ന് വെച്ചതാ. ഈ പറഞ്ഞ പോലെ ഈ നിൽക്കുന്ന മനുഷ്യൻ നമ്മൾ അറിയപ്പെടുന്ന രാജേഷ് കണ്ണങ്കര അല്ല. എന്താ, കുറച്ച് കൂടുതൽ വലിയ മനുഷ്യനാണ്. 9 സീരിയലുകൾ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ദൃശ്യ മികവിന്റെ ഇൻഡസ്ട്രിയിലേക്ക് 9 മെഗാ ഹിറ്റുകൾ സമ്മാനിച്ചു. അതിലും എടുത്തു പറയാനുള്ള ഒന്ന്, കൈരളിയിൽ തുടങ്ങിയ മലയാളക്കരയിലെ ആദ്യത്തെ മെഗാ സീരിയലുകളിൽ ഒന്നായിരുന്നു ഈ പറഞ്ഞ പോലെ നിനക്കായി, അല്ലേ? നിനക്കായിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ചെയ്തത് എന്ന് സ്വന്തം കൂട്ടുകാരിയാണ്. അതുവരെ നീളുന്ന 9 മെഗാ ഹിറ്റ് പരമ്പരകളുടെ മെഗാ ഹിറ്റ് സംവിധായകനാണ് രാജേഷ് ഏട്ടൻ. മലയാളത്തിൽ ഇപ്പൊ നമ്മൾ കാണുന്ന മിക്ക യുവ നായകന്മാരിൽ പലരെയും മലയാള സിനിമയിലേക്ക് ആദ്യം നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംവിധായകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഇതിന് മുൻപത്തെ ചിത്രം ഇത് നമ്മുടെ കഥയായിരുന്നു. ഇന്നിപ്പോ ഇവിടെ വിശ്വവിഖ്യാതരായ പയ്യന്മാർ എന്ന ചിത്രത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമയിൽ നിന്ന് ഞങ്ങൾക്ക് എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ആൾക്കാർ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കണ്ട. തിയേറ്ററിൽ കയറുമ്പോഴത്തേന് 2 മണിക്കൂർ നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതും 100 രൂപ മുടക്കുന്നവർക്ക് അത് മുതലാക്കാൻ ശ്രമിക്കാം എന്നൊരു ശ്രമം ആണ് എന്നുള്ളതാണ്. യാതൊരു വാദഗതിയോ അല്ലെങ്കിൽ ഇത് മഹത്തരമാണെന്നോ ഒന്നുള്ള ഒരു ഒറ്റ അവകാശവാദങ്ങളില്ല, ഒരു അവകാശവാദവും ഇല്ല. അല്ല, അത് പറയാനുള്ള ചങ്കൂറ്റമാണ് ഇപ്പൊ പലർക്കും ഇല്ലാത്തത്. കള്ളം പറഞ്ഞ് തിയേറ്ററിലേക്ക് വിളിക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ വായോ, പൈസ നഷ്ടമാവില്ല എന്ന് പറയുന്നത്. എനിക്കൊരു സസ്പെൻസ് പൊട്ടിച്ചോട്ടെ. ചെറിയൊരു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രാജേഷ് ഏട്ടൻ. ആണോ? അത് ഇപ്പൊ പറയണ്ടായിരുന്നു കേട്ടോ. അത് സർപ്രൈസ് ആയിട്ട് ഞാൻ അവസാനം പറയാൻ വെച്ചിരുന്നതാ.